കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ തകർന്നു വീണ ക്ലോക്ക് ടവറിന്റെ ബാക്കി ഭാഗം അടിയന്തരമായി പൊളിച്ചു മാറ്റുവാനുള്ള പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. മണ്ണുമാന്തി യന്ത്രവും റോപ്പും ഉപയോഗിച്ച് ടവർ പൊളിക്കുവാനുള്ള 3 ശ്രമങ്ങളും പരാജയപ്പെട്ടതോടെ തൊഴിലാളികൾ നേരിട്ട് മുകളിൽ കയറിയാണ് ഇപ്പോൾ ബാക്കി ഭാഗം പൊളിച്ചു മാറ്റുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 മണിയോടെയാണ് 2ാം പ്ലാറ്റ്ഫോമിലെ ക്ലോക്ക് ടവർ തകർന്നു വീണതിനെ തുടർന്ന് അപകടാവസ്ഥയിലായ ശേഷിക്കുന്ന ഭാഗം നീക്കം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. ദിനംപ്രതി ആയിരക്കണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. കഴിഞ്ഞ ദിവസമുണ്ടായ അപകടം വലിയ ഞെട്ടലാണ് യാത്രക്കാർക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ആളപായമില്ലാത്തതാണ് ഏക ആശ്വാസം. 130 വർഷം പഴക്കമുള്ള കെട്ടിടമാണിത്. കെട്ടിടത്തിന്റെ ബലം ഉറപ്പുവരുത്തുന്ന സേഫ്റ്റി ഓഡിറ്റ് റെയിൽവേ അധികൃതർ നടത്തിയിട്ടില്ലേ എന്നാണ് ഉയരുന്ന ചോദ്യം. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനെ മാറ്റുമെന്ന് കോഴിക്കോട് MP MK രാഘവന്റെ പ്രസ്താവനയും ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിലും ട്രോളുകളിലും നിറയുകയാണ്. കാലപ്പഴക്കം ചെന്ന കെട്ടിടം പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ചുവെന്നും കനത്ത മഴ കാരണമാണ് കെട്ടിടം തകർന്നത് എന്നുമാണ് റെയിൽവേയുടെ ന്യായീകരണം. കൈരളി ന്യൂസ്, കോഴിക്കോട്.